السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقد قال سبحانه وتعالى: بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. وقال النبي صلى الله عليه وسلم: من لم يدع قول الزور والعمل به فليس لله حاجة في أن يدع طعامه وشرابه أو كما قال عليه الصلاة والسلام. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. ഇരു ലോകത്തും വിജയം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശുദ്ധ റമളാനിന് വേണ്ടി ഈ ശഅബാൻ മാസത്തിൽ എങ്ങനെ നാം തയ്യാറാവണമെന്ന കാര്യമാണ് നാം മനസ്സിലാക്കിയത്. പരിശുദ്ധമായ ശഅബാൻ മാസം എന്നുള്ളത് റമളാനിന് വേണ്ടി തയ്യാറാവാനുള്ള അവസാന അവസരമാണ്. പരിശുദ്ധമായ റമളാൻ വരുന്നതിന് മുമ്പ് ശഅബാനിൽ റമളാനിന് വേണ്ടി തയ്യാറാവുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സുകളെ ശുദ്ധിയാക്കുക എന്നുള്ളത്. പരിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പായി നമ്മുടെ മനസ്സുകളെ എല്ലാ കറകളിൽ നിന്നും ശുദ്ധിയാക്കേണ്ടതുണ്ട്. അസൂയ, വിദ്വേഷം, പക, മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുന്ന ശീലം, മറ്റുള്ളവരെ പറ്റി മോശമായി ചിന്തിക്കുന്ന ശീലം, ഇങ്ങനെയുള്ള മാനസികമായ ദുർഗുണങ്ങൾ, ഈ ദുർഗുണങ്ങളെല്ലാം റമളാന് മുമ്പ് നാം ഇല്ലാതെയാക്കുകയും ഈ ദുർഗുണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനായി റമളാൻ്റെ മുമ്പ് തന്നെ നാം പരിശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ റമളാൻ എന്നുള്ളത് വാരിക്കോരി അള്ളാഹു കരുണ നൽകുന്ന മാസമാണ്. കണക്കില്ലാതെ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന മാസമാണ്. അമലുകൾ ധാരാളമായി ചെയ്യാൻ അനുകൂലമായ അവസ്ഥയുള്ളൊരു മാസമാണ്. ഈ മാനസികമായ മോശമായ ദുർഗുണങ്ങൾ കാരണമായി അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും നാം തടയപ്പെട്ടു പോകുന്നതാണ്. ഈ ദുർഗുണങ്ങൾ കാരണമായി അള്ളാഹുവിൽ നിന്നുമുള്ള പശ്ചാത്താപം പോലും നഷ്ടപ്പെടാൻ കാരണമായി തീരുന്നതാണ്. ഈ ദുർഗുണങ്ങൾ കാരണമായി നമ്മുടെ അമലുകൾ നശിച്ചു പോകുന്നതും അത് അള്ളാഹു സ്വീകരിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതിനെല്ലാം ഉപരി പരിശുദ്ധ റമളാനിൽ നോമ്പ് നോൽക്കുന്നതിൻ്റെ പ്രയോജനം പോലും നഷ്ടപ്പെട്ടു പോകാൻ ഈ മാനസികമായ ദുർഗുണങ്ങൾ കാരണമായി തീരുന്നതാണ്. പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് വെറും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, നേരെ മറിച്ച് നോമ്പിന് വലിയൊരു ലക്ഷ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തിലുള്ള നോമ്പിൻ്റെ ലക്ഷ്യമായി പരിചയപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ ഓരോരുത്തരും ഭയഭക്തിയുള്ളവരായി തീരാൻ വേണ്ടിയാണ് അള്ളാഹു റമളാൻ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പിനെ ഫർളാക്കിയിട്ടുള്ളത്. 30 ദിവസം നോമ്പ് നോറ്റ് കഴിയുമ്പോൾ അള്ളാഹുവിൽ ഭയഭക്തി ഉണ്ടായി തീരേണ്ടതുണ്ട്. നന്മയിൽ മുന്നേറാനും തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാനുമുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ടുള്ള പ്രയോജനമെന്ന് പറയുന്നത്. ഈ മോശമായ മാനസിക ദുർഗുണങ്ങൾ കാരണമായി ഈ നോമ്പിൻ്റെ യഥാർത്ഥമായ പ്രയോജനം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും അസൂയ, വിദ്വേഷം, പക, മറ്റുള്ളവരെ പറ്റിയുള്ള മോശമായ ചിന്തകൾ, പരദൂഷണം പറയുന്ന ശീലം, ഏഷണി, അപരാധം പറച്ചിൽ, ഇങ്ങനെയുള്ള എല്ലാ മോശമായ മാനസിക ദുർഗുണങ്ങളും ഈ ശഅബാനിൽ തന്നെ ഇല്ലാതെയാക്കുകയും അങ്ങനെയുള്ള ദുർഗുണങ്ങൾ ഇല്ലാതെയാക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ഇങ്ങനെയുള്ള ദുർഗുണങ്ങൾ ഇല്ലാതെയാക്കാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള അവസാന അവസരമാണ് ശഅബാൻ എന്നുള്ളത്. പരിശുദ്ധ റമളാൻ വരുമ്പോൾ മനസ്സിനെ ശുദ്ധിയാക്കിയവരായ നിലയിൽ റമളാനിൽ പ്രവേശിക്കുകയാണെങ്കിൽ റമളാനിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതും റമളാനിൻ്റെ മാധുര്യം നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ രീതിയിൽ ഇങ്ങനെയുള്ള ദുർഗുണങ്ങളെ വിലക്കുന്നുണ്ട്.
അസൂയയെപ്പറ്റി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇയ്യാക്കും വൽ ഹസദ്, നിങ്ങൾ അസൂയയെ ശ്രദ്ധിക്കണം, അസൂയയെ നിങ്ങൾ ഉപേക്ഷിക്കണം. കാരണം എപ്രകാരം തീ വിറകിനെ ഇല്ലാതെയാക്കി കളയുമോ അതുപോലെ നിങ്ങളുടെ നന്മയെ അസൂയ ഇല്ലാതെയാക്കി കളയും. ഒരു വിറകിന് തീയിടുകയാണെങ്കിൽ ആ തീ വിറകിനെ കരിച്ചു കളയുന്നതാണ്. അതുപോലെ നന്മകളെ അസൂയ കരിച്ചു കളയുന്നതാണ്. എത്രയോ നന്മകൾ നമ്മൾ ചെയ്യും, പക്ഷേ അസൂയുള്ളതിൻ്റെ പേരിൽ ആ നന്മകളെല്ലാം നശിച്ചു പോകുന്നതും ആ നന്മകൾക്ക് പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നതുമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ ഒരിക്കലും ആരോടും അസൂയ വെക്കാൻ പാടില്ല. വലാ തബാഗലു, നിങ്ങൾ ആരോടും വിദ്വേഷം വെക്കാൻ പാടില്ല. വലാ തദാബറു, നിങ്ങൾ ആരോടും ബന്ധം മുറിച്ച് കഴിയാൻ പാടില്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ സഹോദരന്മാരെ പോലെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പരസ്പരം ഉപകാരം ചെയ്തുകൊണ്ടും പരസ്പരം എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ടും ജീവിക്കേണ്ടതുണ്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ അസൂയ വെക്കാൻ പാടില്ല. അവൻ അള്ളാഹു നൽകി, ആ അള്ളാഹു എനിക്കും നൽകാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഏതെങ്കിലും അനുഗ്രഹങ്ങൾ ആഗ്രഹമുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ തൃപ്തിപ്പെടുക. നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്നവരിലോട്ട് താഴ്ന്നവരിലോട്ട് നോക്കുക. അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു എത്ര അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്ന കാര്യം സ്വന്തം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരുടെ അനുഗ്രഹം നോക്കിക്കൊണ്ട് അതിലോട്ട് അസൂയ വെക്കുകയും അത് നശിക്കാനായി ആഗ്രഹിക്കുകയും അതിൻ്റെ പേരിൽ അവരോട് വിദ്വേഷം വെച്ചു പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് ശക്തമായി അള്ളാഹു വിലക്കിയ കാര്യമാണ്. അതുപോലെ ആരോടും ദേഷ്യപ്പെടാൻ പാടില്ല, ആരോടും വിദ്വേഷം വെച്ചു പുലർത്താൻ പാടില്ല. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കണം. ആരെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ, ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറുകയാണെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനാണ് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇദ്ഫ ബില്ലദി ഹിയ അഹ്സൻ, നിങ്ങളോട് ആരെങ്കിലും ഇങ്ങോട്ട് മോശമായി പെരുമാറുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ തിരിച്ച് അവരോട് പെരുമാറേണ്ടതുണ്ട്. ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നവരെ തിരിച്ച് അങ്ങോട്ടും ഇടങ്ങാറാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇങ്ങോട്ട് എത്ര അക്രമം കാണിച്ചാലും തിരിച്ചങ്ങോട്ട് നന്മയുടെയും വാത്സല്യത്തിൻ്റെയും പെരുമാറ്റമാണ് ഇസ്ലാം കാണിക്കാനായി പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നവരോട് ബന്ധം മുറിക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും കൽപ്പിക്കുന്ന കാര്യമല്ല. നേരെ മറിച്ച് ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുന്നതാണ്. അതുപോലെ ആരോടും ബന്ധം മുറിക്കാൻ പാടില്ല. പരിശുദ്ധമായ റമളാനാണ് വരുന്നത്. ആ റമളാനിൽ വിദ്വേഷത്തോടു കൂടിയും മറ്റുള്ളവരോട് ബന്ധം മുറിച്ചുകൊണ്ടും നാം പ്രവേശിക്കുകയാണെങ്കിൽ റമളാനിൻ്റെ എല്ലാ ഖൈറുകളും എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ അള്ളാഹുവിൻ്റെ കരുണയും നമുക്ക് തടയപ്പെടാൻ കാരണമായി തീരുന്നതാണ്. അള്ളാഹുവിൻ്റെ ലഅനത്ത്, അള്ളാഹുവിൻ്റെ ശാപം ബന്ധം മുറിക്കുന്നവരുടെ മേലുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിരിക്കുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാപം ഉള്ളവരായ നിലയിൽ റമളാനിൽ പ്രവേശിക്കുക എന്നുള്ളത് റമളാൻ്റെ എല്ലാ നന്മയും തടയപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. ബന്ധം മുറിച്ച് കഴിയുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന, നരകത്തിൽ നിന്നും കണക്കില്ലാതെ ആളുകളെ മോചിപ്പിക്കുന്ന റമളാനിൽ പോലും നരകത്തിൽ നിന്നും മോചനം ലഭിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കാത്ത അവസ്ഥ ബന്ധം മുറിച്ചുകൊണ്ട് റമളാനിൽ പ്രവേശിക്കുന്നത് കാരണമായി നമുക്കുണ്ടാവുന്നതാണ്. അതുകൊണ്ട് ആരോടെങ്കിലും തെറ്റിക്കഴിയുന്നുണ്ട് എങ്കിൽ, ബന്ധം മുറിച്ച് കഴിയുന്നുണ്ട് എങ്കിൽ ഈ പരിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പായി അവരുമായി ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, പകരത്തിന് പകരം ചെയ്യലല്ല കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ, നേരെ മറിച്ച് ഇങ്ങോട്ടാരെങ്കിലും തെറ്റിക്കഴിയുന്നുണ്ട് എങ്കിൽ അവരോട് അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുന്നതിനാണ് കുടുംബബന്ധം ചേർക്കൽ. അതുകൊണ്ട് ആരെങ്കിലും തെറ്റിക്കഴിയുന്നുണ്ട് എങ്കിൽ വിനയത്തോടുകൂടി അങ്ങോട്ട് പോയി നാം ബന്ധം ചേർക്കേണ്ടതുണ്ട്. ഒരിക്കലും അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുക എന്നുള്ളത് നിന്ദ്യതയല്ല, ഒരിക്കലും അത് നമ്മുടെ സ്ഥാനത്തെ കുറയ്ക്കുന്നതല്ല. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ച് അങ്ങോട്ട് പോയി ബന്ധം ചേർക്കുന്നവരെ അള്ളാഹു ഉയർത്തുന്നതും അവർക്ക് വലിയ അന്തസ്സ് അള്ളാഹു നൽകുന്നതുമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് ബന്ധം മുറിച്ച് കഴിയുന്നവരോട് റമളാന് മുമ്പ് അങ്ങോട്ട് പോയി ബന്ധം ശരിയാക്കേണ്ടതുണ്ട്. അവർ നന്നായിട്ടില്ല എങ്കിലും നമ്മൾ അങ്ങോട്ട് ബന്ധം നന്നാക്കാൻ ശ്രമിക്കുന്നത് കാരണമായി നമ്മൾ അള്ളാഹുവിൻ്റെ ഈ വലിയ ശിക്ഷയിൽ നിന്നും റമളാൻ്റെ മഹത്വങ്ങൾ നഷ്ടപ്പെടുന്നതിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതാണ്. ഇനി നമ്മൾ ആരോടെങ്കിലും തെറ്റിക്കഴിയുന്നുണ്ട് എങ്കിൽ റമളാന് മുമ്പ് തന്നെ അവരോട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കുകയും അവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും ബന്ധം മുറിച്ചവരായ നിലയിൽ റമളാനിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ പ്രവേശിക്കുന്നത് കാരണം വലിയ നഷ്ടമാണെന്ന കാര്യം പരിശുദ്ധ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ശഅബാൻ മാസത്തിൽ റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ നിന്നും വിദ്വേഷങ്ങൾ ഇല്ലാതെയാക്കണം. എല്ലാവരോടും സ്നേഹം മനസ്സിലുണ്ടാക്കണം, എല്ലാവരോടും വാത്സല്യം മനസ്സിലുണ്ടാക്കണം.
ഏതെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുന്നുണ്ട് എങ്കിൽ അതിനെ നന്നാക്കാനായി പരിശ്രമിക്കണം. ആരോടെങ്കിലും അസൂയ ഉണ്ട് എങ്കിൽ അള്ളാഹു സ്വന്തത്ത് നൽകിയ അനുഗ്രഹത്തെ ആലോചിച്ചുകൊണ്ട് ആ അസൂയയെ മനസ്സിൽ നിന്നും ഇല്ലാതെയാക്കണം. ഇങ്ങനെ ഈ ദുർഗുണങ്ങളിൽ നിന്നും മനസ്സ് ശുദ്ധിയാക്കേണ്ട സമയമാണ് ഈ ശഅബാൻ മാസം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ കാര്യം മനസ്സിലാക്കാനും റമളാൻ വരുന്നതിന് മുമ്പായി മനസ്സിനെ ശുദ്ധിയാക്കി റമളാനിൽ അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.